പ്രോഗ്രാം ഇൻ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. സോ അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ള സോഫ്റ്റ്വെയറിലാണ്. സോ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമുക്കത് കഴിയുമ്പോൾ നമ്മളൊരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിലെ പേജിലോട്ട് വരും. സോ നിങ്ങളുടെ സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് വിൻഡോസ് ആണ്, എൻ്റെ വിൻഡോസ് 32-bit ആണെങ്കിൽ അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഹാർഡ്ലി ഒരു 6-7 MB എടുക്കുള്ളൂ ഈ ഒരു ഫയൽ. സോ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനും VS കോഡ് ടെക്സ്റ്റ് എഡിറ്ററായിട്ട് ഉപയോഗിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പം നോട്ട് പാഡ് ആണെങ്കിൽ നോട്ട് പാഡിനകത്തൊരു സിൻടാക്സ് ഹൈലൈറ്റിങ്ങോ ഒരു ഇൻറ്റൻറ്റേഷനോ അങ്ങനെയൊന്നുമില്ല. സോ ഇവിടെ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ഫയലിൽ പോയിട്ട് .htm എക്സ്റ്റൻഷനോടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ .htm എക്സ്റ്റൻഷനോട് അതിന് മുന്നേ നമ്മൾ ഈ ചെയ്തു വരുന്നതെല്ലാം ഒരേ ഫോൾഡറിലായി കിട്ടാൻ വേണ്ടി നമ്മൾ ഡി ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിൻ്റെ പേര് JS എന്നാണ്. സോ JS എന്നുള്ള ആ ഫോൾഡറിൽ ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ ഈ ഫയൽ ഞാൻ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു ഫയൽ നെയിം ഞാൻ JS ഞാൻ കൊടുക്കുവാണ്. JS.htm എക്സ്റ്റൻഷൻ .htm ആണ്. അത് സേവ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ശരിക്കും ഈ ഒരു കളർ ചേഞ്ച് സിൻടാക്സ് ഹൈലൈറ്റിംഗ് എന്ന സംഭവം എനിക്ക് കാണാൻ പറ്റും. നോക്കുക, HTML എന്നുള്ള ടാഗ് അടിച്ചപ്പോൾ തന്നെ കളർ മാറി വരുന്നുണ്ടോ. ഇനി 2 വേസ് ഉണ്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വേ എന്ന് വെച്ചാൽ എംബെഡ് ജാവാസ്ക്രിപ്റ്റ് ഇൻ HTML. രണ്ടാമത്തെ വേ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ എൻ്റെ ഓരോരോ ടാഗ്സ് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ആദ്യം HTML ടാഗ് കൊടുത്തു. ഹെഡിനകത്ത് ടൈറ്റിൽ ഞാൻ മൈ ടൈറ്റിൽ എന്ന് കൊടുക്കുവാണ്. പിന്നെ നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗിനകത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ സ്ക്രിപ്റ്റ് ടൈപ്പ് = text/javascript എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടിനകത്ത് ജാവാസ്ക്രിപ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളുടെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടോ കൊടുക്കുവാണെന്ന് പറയാം. .write എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ .writeനകത്താണ് നമ്മൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ .write ഹായ് എന്ന് പറയുമ്പം ഹായ് പ്രിൻ്റ് ആവും. .write നമ്മളൊരു HTML ടാഗിനകത്ത് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ HTML ടാഗിനകത്ത് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിൻ്റായി വരും. സോ ഇവിടെ ഹലോ വേൾഡ് എന്നുള്ളത് ഹെഡിങ് ടാഗിനകത്ത് H1 ടാഗിനകത്താണ് കൊടുക്കുന്നത്. സോ അത് H1-ൽ ഹലോ വേൾഡ് എന്നുള്ള സംഭവം കാണിക്കും. സോ ഇനി ഇത് ഞാൻ എൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഇവിടെ JS.htm എന്നുള്ള സംഭവം കണ്ടില്ലേ. സോ അവിടെ ചെന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിവീൽ ഇൻ എക്സ്പ്ലോററിൽ പോകും. സോ റിവീൽ ഇൻ എക്സ്പ്ലോററിൽ പോകുമ്പോൾ JS എന്നുള്ള നമ്മുടെ ഫയൽ നെയിം കാണും, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും കാണും. സോ ഹായ് ഉണ്ട്, ഹലോ വേൾഡ് H1 ടാഗിനകത്ത് ഉണ്ട്. സോ ഇത് ശരിക്കും നമ്മൾ JSനെ ഒരു HTML ഫയലിലോട്ട് നമ്മൾ എംബെഡ് ചെയ്തേക്കുവാണ്. പിന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിനെ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗിനകത്ത് എൻക്ലോസ് ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് നമ്മളിവിടെ ഹെഡിനകത്താണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബോഡിക്കകത്ത് നമ്മൾ കൊടുക്കും. ബോഡിക്കകത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ്. കാരണം ബോഡിക്കകത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫയലിനെ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പം കമ്പൈലേഷൻ ടൈം കുറച്ചുകൂടി കുറവായിരിക്കും. ബോഡിക്കകത്ത് കൊടുക്കും. സോ എപ്പോഴും ബോഡിക്കകത്ത് കൊടുക്കുന്നതായിരിക്കും കൺവീനിയൻറ്റ്. സോ ബോഡിക്കകത്ത് കൊടുക്കുമ്പോൾ സെയിം സംഭവം തന്നെ പ്രിൻ്റായി വരും, നോ ചേഞ്ച്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് .js എന്നുള്ളൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. സോ അതിന് മുന്നേ നമ്മളിവിടെ സ്ക്രിപ്റ്റ് ടൈപ്പ് = text/javascript എന്ന് കൊടുത്തല്ലോ. അവിടെ നമ്മുടെ സോഴ്സ് നമ്മൾ കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ജാവാസ്ക്രിപ്റ്റിൻ്റെ .write എല്ലാം നമ്മൾ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിലാണ് കൊടുക്കേണ്ടത്. സോ അതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. സോ സ്ക്രിപ്റ്റ് സോഴ്സ് = നമ്മൾ
കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫയൽ നെയിം .js എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും നമ്മൾ ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ കൊടുക്കേണ്ടത്. സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്. സോഴ്സ് ഫയൽ നെയിം ഇത് നമ്മൾ അതേ ഫോൾഡറിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഫോൾഡർ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഫോൾഡർ നെയിം സ്പെസിഫൈ ചെയ്യണം. ഫോൾഡർ നെയിം / നമ്മുടെ ഫയൽ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ first.js എന്നുള്ളൊരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ ഞാൻ എന്തെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുത്തു. document.write എന്തെങ്കിലും ഹലോ വേൾഡ് എന്ന് ഞാൻ കൊടുക്കുവാണ്. ഹലോ വേൾഡ് എന്ന് ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ അതിനെ സേവ് ചെയ്യും വിത്ത് .js എക്സ്റ്റൻഷൻ. സേവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് .html പേജിൽ വന്നിട്ട് വീണ്ടും റിവീൽ ആൻഡ് എക്സ്പ്ലോററിൽ ചെന്നിട്ടാണ് ഞാൻ ഔട്ട്പുട്ട് കാണേണ്ടത്. അവിടെ വന്നിട്ട് എൻ്റെ ഫയൽ നെയിം ഞാൻ കൊടുത്തതിന് ശേഷം ഹലോ വേൾഡ് എനിക്ക് പ്രിൻ്റായി വന്നു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ. ഇതേപോലെ തന്നെ അടുത്ത വീഡിയോസിൽ കൂടുതൽ ജാവാസ്ക്രിപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ പറ്റിയിട്ടും ഫസ്റ്റ് പ്രോഗ്രാമിനെ പറ്റിയിട്ടും. ഇനിയുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ ബൈ.